ശരിക്കും നമ്മൾ പല ടെക്നിക്കൽ ടേംസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇതിൽ നമ്മളെ ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 രൂപയ്ക്ക് ഒരു ചായ വാങ്ങുന്നത് മേ ബി അടുത്ത വർഷം ഒരു 12 രൂപയാവും. അവിടെ വരുന്നൊരു ഡിഫറൻസ് ഉണ്ട്. അതിനാണ് ശരിക്കും നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. പണപ്പെരുപ്പം. എക്സാക്ട്ലി. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയോ? അതെ, അതായത് ഇപ്പോൾ അവൈലബിലിറ്റി ഓഫ് മണി എന്ത് സാധനത്തിൻ്റെയും നമ്മൾ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ സപ്ലൈയും ഡിമാൻഡും ആണ് അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. ബേസിക് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെയോ സപ്ലൈയോ ഡിമാൻഡോ ആണ് അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സാധനത്തിൽ ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്തു US ബാങ്കുകൾ എന്നൊരു വാർത്ത നമ്മൾ കുറച്ച് ദിവസം മുമ്പേ കേട്ടിരുന്നു. ആ ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? ആൾക്കാർ ലോണുകൾ കൂടുതൽ എടുക്കും, അവൈലബിലിറ്റി ഓഫ് മണി കൂടും, നമ്മുടെ എക്കണോമിയിൽ കൂടും. ആ അവൈലബിലിറ്റി ഓഫ് മണി എക്കണോമിയിൽ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? പൈസയുടെ മൂല്യം കുറയും. ഏത് സാധനത്തിൻ്റെയാണോ അവൈലബിലിറ്റി മാർക്കറ്റിൽ കൂടുതൽ ഉണ്ടാവുക ആ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയും, അതിൻ്റെ മൂല്യം കുറയും. അതിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിലില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹൈ ആണ് വിചാരിക്കുക, അപ്പോൾ കറൻസിയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മറ്റേ ഇൻഫ്ലേഷൻ കുറയും, കറൻസിയുടെ വാല്യൂ കൂടും. ശരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് കൂടുക എന്നുള്ളത് അറിയോ? ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലിശയുടെ എങ്ങനെയാണ് ശരിക്കും കൂടുക? കാരണം ചില ടൈമിൽ ഇൻഫ്ലേഷൻ ബീറ്റിനനുസരിച്ച് പലിശ കൂടും കുറയും ചെയ്യും ബാങ്കുകളിൽ. അത് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? അത് തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കുകളാണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ സെൻട്രൽ ബാങ്കുകളുണ്ട്. മെയിൻലി ഫെഡറൽ റിസർവ് ആണ് US സെൻട്രൽ ബാങ്ക്. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ RBI ഉണ്ട് സെൻട്രൽ ബാങ്കായിട്ട്. ചൈനയ്ക്ക് ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. അവർ ആണ് തീരുമാനിക്കുക ഇൻഫ്ലേഷനനുസരിച്ചിട്ട് എത്ര റേറ്റ്സ് കട്ട് ചെയ്യണം, എത്ര റേറ്റ്സ് കുറയ്ക്കണം. ഇനിയിപ്പോൾ ഇൻഫ്ലേഷൻ കാരണം നമുക്ക് ബാങ്കിലെ റേറ്റ്സ്, ലോണിൻ്റെ റേറ്റ്സ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതൊക്കെ ഈ സെൻട്രൽ ബാങ്ക്സ് ആണ് തീരുമാനിക്കുക. ആ ആക്ഷൻ്റെ അനുസരിച്ച് ആയിരിക്കും മാർക്കറ്റിൽ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരിക. ഇപ്പോൾ നമ്മുടെ RBIയുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? അതായത് ആളുകൾ കൂടുതൽ പണം എടുക്കരുത് എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക. അതെ, അത് എങ്ങനെയാണ് ശരിക്കും അത് അവരെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതായത് ഇൻഫ്ലേഷൻ ഇപ്പോൾ നല്ല കൂടിയ ഒരു കാലഘട്ടമാണ് വിചാരിക്കുക. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് മണി മാർക്കറ്റിൽ കുറേ ഉണ്ട്. ആൾക്കാർക്ക് എളുപ്പത്തിൽ ലോണുകൾ കിട്ടുന്നുണ്ട്. ആൾക്കാർക്ക് സപ്ലൈ ഓഫ് മണി മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോഴാണ് ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കുക. ആ ഇൻഫ്ലേഷനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മറ്റേ സെൻട്രൽ ബാങ്ക്സ് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് മണി കുറയും, മറ്റേ കറൻസിയുടെ വാല്യൂ കൂടും, ഇൻഫ്ലേഷൻ കുറയും. അതാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. ഈ യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരാറുണ്ട്. യുദ്ധങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പെൻഡിങ് പവർ കുറയാണ് ഒരു ആൾക്കാരുടെ ചെയ്യുക. അവര് ഇതേപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡിന്റെ കാര്യം ഒരു സേഫ് ഹെവൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പെൻഡിങ് പവർ കൂട്ടാനും കുറക്കാനും റിസർവ് ബാങ്കുകൾക്ക് ശക്തിയുണ്ട്. അതെ, അതാണ് അതിന്റെ ബാക്കിൽ വരുന്ന കാര്യം. ഇപ്പം നമ്മൾ അറ്റ് ലാർജ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ഇപ്പോഴാണ് ഈ ഖാവോസ് വന്നത്. ഒരു മറ്റേ മാർക്കറ്റിലൊരു ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ് ആൾക്കാർ പിന്നെയും അത് ബൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ കുറച്ച് കാലം മുമ്പ് നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കുകൾ, വേൾഡിൻ്റെ റിസർവ് ബാങ്കുകൾ ഇപ്പോൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളുടെ റിസർവ് ബാങ്കുകൾ എത്രത്തോളം അവരെ കൊണ്ട് പറ്റുമോ അത്രയും മെട്രിക് ടൺസ് ഓഫ് ഗോൾഡാണ് അവർ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈന ഈസ് ബൈയിങ് ഗോൾഡ് ഇൻ എ ക്രേസി എമൗണ്ട്. അതായത് നമ്മൾ ഇന്ത്യ ആയിരുന്നു ഏറ്റവും വലിയ കൺസ്യൂമർ ഗോൾഡിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഡെക്കേഡ്, ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ആ ഒരു സാഹചര്യം മാറി മറിഞ്ഞു. ഏകദേശം 600 ടണ്ണിൻ്റെ മുകളിൽ ചൈന ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ചൈനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഡോളറൈസേഷൻ ആണ് ചൈനയുടെ ലക്ഷ്യം. ചൈനയും അമേരിക്കയും കൂടിയാണ് ഹൂ ഇസ് ദ ബിഗ് ഡാഡി ഓഫ് ദി വേൾഡ് എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ട്, ആ ടൈറ്റിലിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇൻ എ ഡെക്കേഡ് ആ ഒരു പ്രോസസ്സ് വളരെ പതുക്കെയായിരിക്കും. ഒരു പവർ സ്ട്രഗിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. US ആണെങ്കിൽ ഒരു കംഫർട്ടബിൾ പൊസിഷനിലല്ല. US-ൻ്റെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രില്യൻസ് ആണ്. പക്ഷേ ചൈന ഈസ് അറ്റ് എ വെരി കംഫർട്ടബിൾ പൊസിഷൻ. ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഡീഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള കരുക്കൾ ചൈന നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഗോൾഡിൻ്റെ ഹോർഡിങ് മാത്രമല്ല ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കൺട്രീസിനും ചൈന വളരെ ചെറിയ എമൗണ്ടിന് ഇൻ യുവാൻ അവർ ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്ലോബൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും US ഡോളറിലാണ്. പക്ഷേ ഇപ്പോൾ ചൈന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ജപ്പാനും സൗത്ത് കൊറിയ ആയിട്ട് ചൈന
ഒരു $multi-billion ഡെപ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് യുവാനിലാണ്. അപ്പോൾ ട്രാൻസാക്ഷന് വേണ്ടി US ഡോളറിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻസി അവരുടെ ആയിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു വേറെ പല കറൻസികളും ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു പഠനപ്രകാരം അവർ പറയണത് തന്നെ ഒരു ബൈപോളാർ വേൾഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്ലോബൽ അരീന. അതിൽ ഇനി ഒരു US ഡോളറിനെ പോലെ തന്നെ ഒറ്റ ഒരു കറൻസിക്ക് എപ്പോഴും ശക്തമായി നിൽക്കാൻ ഇനി പറ്റിയെന്ന് വരില്ല. പല കറൻസികളും എമർജ് ആയിക്കൊണ്ട് വരും. ആ മറ്റേ ഡോളറിൻ്റെ ഡോളറൈസേഷൻ നടക്കും. ആ ഒരു ക്യാവോസാണ് നമ്മൾ അടുത്തൊരു ഇതിൽ കാണാൻ പോണത്. ഇപ്പോൾ ചൈനയിൽ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ പെൻറ്റഗൺ ഉണ്ട്. പെൻറ്റഗണിനെക്കാട്ടിലും വലിയൊരു പെൻറ്റഗണിൻ്റെ അതേ രൂപത്തിലുള്ളൊരു ഒരു ഫെസിലിറ്റി ചൈനീസ് ലിബറേഷൻ ആർമി പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പവർ സ്ട്രഗിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കറൻ്റ്ലി ഗോൾഡിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഗൂഗിളിൻ്റെ പ്രഡിക്ഷൻ എന്താണ്? ഗോൾഡ് ഇനി ഹൈക്ക് പോകുന്നതാണോ അതോ താഴുന്നതാണോ? അതായത് മാർക്കറ്റിലെ എക്സ്പെർട്സ് ഇപ്പോൾ നമ്മുടെ മോത്തിലാൽ ഓസ്വാൾ ഒക്കെ ഉണ്ട്, അതിൻ്റെ MD നമ്മുടെ കിഷോർജി ഒക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു റാലിയാണ്. 61% വരെ ഗോൾഡിൻ്റെ ഹൈക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 6.3% വരെ അത് പ്ലഞ്ചായി. ഇപ്പോൾ ഈ അടുത്ത് $4,300 വരെ ഒരു ഔൺസിന് ഗ്ലോബലി ഗോൾഡിൻ്റെ ഒരു ഔൺസിന് വില എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയി നിൽക്കുന്നത്, കറൻ്റ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ ആയി നിൽക്കുന്നത് ഏകദേശം $4,000 അടുത്താണ് ഇപ്പോൾ ഒരു ഔൺസിന് വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് ഇനിയും ഈ റാലി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഗ്ലോബലി എക്സ്പെർട്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയും ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനാണ് സാധ്യത. അതാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഇനി ഭാവിയിൽ ഇത് താഴാൻ ചാൻസ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഗോൾഡ് ഒരു ലെവലില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി ഏതെങ്കിലും ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ അവിടെ താഴ്ത്തിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഷീഫാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ലെവലില്ലാണ്ടാണ് ഈ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പീഡാണ് എല്ലാവരെയും സ്കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്പീഡിൽ, അതായത് ഒരു 8 മാസത്തിൻ്റെ ഉള്ളിൽ 61% റിട്ടേൺസ് ഗോൾഡ് തരുമ്പോൾ അതിൻ്റെ ഒരു ഒപ്പം തന്നെ ഒരു കറക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ 30 to 40% ആണ് റിട്ടേൺസ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്ഷൻ വരുന്നത് ഒരു 10% ആണ്. 10% പ്ലഞ്ച് ചെയ്യാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പീഡോട് കൂടിയിട്ടുള്ളൊരു ഗോൾഡിൻ്റെ റാലി വരുമ്പോൾ ഏകദേശം 20 to 25% താഴോട്ട് വരാനും സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ടെമ്പററി കറക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗോൾഡിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കും ഗോൾഡിൽ, ഏതാവും ഗോൾഡിൽ പ്രിഫർ ചെയ്യുക? ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, പേപ്പർ ഗോൾഡ് ഉണ്ട്, ഏതിലാവും? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ഗോൾഡിന് പലതരം ഗോൾഡ് ഉണ്ട്. പിന്നെ ETFs വരുന്നുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോൺസ് വരുന്നുണ്ട്. സോവറിൻ ഗോൾഡ് ബോൺസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBI സോവറിൻ ഗോൾഡ് ബോൺസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇഷ്യൂ ചെയ്ത് ഇപ്പോൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സോവറിൻ ഗോൾഡ് ബോൺസ് അവരിപ്പോൾ ക്ലോസ് ചെയ്തു. അതായത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ RBI ഓൾറെഡി സോവറിൻ ഗോൾഡ് ബോൺസ് ചെയ്യണുണ്ടായിരുന്നു. അതിൽ നല്ല റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു സോവറിൻ ഗോൾഡ് ബോൺസ്. പക്ഷേ ഇങ്ങനെ ഒരു റാലി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ബാക്ക് ചെയ്യാൻ, സോവറിൻ ഗോൾഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ ബാക്ക് ചെയ്യാൻ ഗോൾഡിൻ്റെ ഒരു അത്യാവശ്യമാണല്ലോ. പക്ഷേ RBIൻ്റെ അടുത്ത് അത്രയും ഗോൾഡിൻ്റെ ഒരു ശേഖരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് ഇനി അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യം വരാൻ നോക്കാം. സോവറിൻ ഗോൾഡ് ബോൺസ് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ പഴയ ബോൺസ് ഓൾറെഡി മാർക്കറ്റ് പ്ലേസിൽ ഇപ്പോഴും സെല്ലിങ്ങിന് കിടക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല, RBIൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല. ഇനി ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, ETFs ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, ഹൈബ്രിഡ് ഫണ്ട്സും ഉണ്ട്. അതിൽ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്, 22 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് 18 ക്യാരറ്റ് ഗോൾഡ്. നമ്മുടെ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 916 ആണ് നമുക്ക് 22 ക്യാരറ്റ് ഗോൾഡ് വരുന്നത്. ഏകദേശം നമ്മുടെ 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ 995 ആണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൺസിഡർ ചെയ്യണത് ഇന്ത്യയിൽ. 999 ഉണ്ട്, 995 ഉണ്ട്. 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 grams ഓഫ് ഗോൾഡ് ഉണ്ടാവും. അതിൽ 1% ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. കാരണം ഇമ്പ്യൂരിറ്റീസ് ഇല്ലാണ്ട് ഗോൾഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണത്. 995 ആണ് 24 ക്യാരറ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഗോൾഡ് ബാർസ്, ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കണത് 996-ലാണ്. അതിൽ ബാക്കിയുള്ള
സാധനങ്ങൾ 916 ആണ് മറ്റേ 22 കാരറ്റ് ഗോൾഡ്. അതായത് 916 grams ഓഫ് ഗോൾഡ് വരും അതിൽ. ബാക്കിയുള്ളത് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. 18 കാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 grams ഓഫ് ഗോൾഡ് ഉണ്ടായിരിക്കും, ബാക്കി 250 grams ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. ഇതിപ്പോൾ 18 കാരറ്റ് ഗോൾഡും ഈ 22 കാരറ്റ് ഗോൾഡും കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാകും. നമുക്കിപ്പോൾ വെയർ ചെയ്യാനുള്ള ഒരു ആവശ്യത്തിനാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ ലേഡീസിനെ കൊണ്ട് പോവുകയാണ്, അവരെ കൊണ്ട് ഏതാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഓർണമെൻറ്റ് കൊണ്ടുവന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡിസൈനിലുള്ള 22 കാരറ്റ് അവർ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ 18 കാരറ്റ് ഗോൾഡ് അവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അവർക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല ഇത് 18 കാരറ്റാണ് 22 കാരറ്റ്. അതെ, അതാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് കൂടുതലും 22 കാരറ്റും 24 കാരറ്റും പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് വാല്യൂ ആണ്. നമുക്ക് എന്താണോ നമ്മൾ മേടിക്കുന്നത് അതേ സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴും കൊടുക്കുക. നമുക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവർഗ്രീൻ മെറ്റലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻസ് കൂടുതൽ അതിൽ പ്രിഫർ ചെയ്യണതും, എസ്പെഷ്യലി നമ്മളെ മലയാളീസ് പ്രിഫർ ചെയ്യണതും. പക്ഷേ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും ഇപ്പോഴത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും തമ്മിൽ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ദുബായിൽ നിന്ന് ഗോൾഡ് സ്മഗിൾ ചെയ്തിട്ട് ഇവിടേക്ക് എത്തിക്കണമെന്നൊക്കെ. അന്നത്തെ സാഹചര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 12.5% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു ഗോൾഡിൻ്റെ മുകളിൽ. അത് പ്ലസ് 3% GST വരും, അതിൻ്റെ മുകളിൽ ഒരു സെസ് വരും. അപ്പോൾ ഏകദേശം 16.5% നമുക്ക് ടാക്സുകൾ തന്നെ വരും ഇതിൻ്റെ മുകളിൽ, ഗോൾഡിൻ്റെ മുകളിൽ. പ്ലസ് നമ്മൾ ഗോൾഡ് മേടിക്കുമ്പോഴുള്ള മേക്കിംഗ് ചാർജസ് വേറെ. സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞാൽ 7% മുതൽ 20% വരെ ഗോൾഡിന് മേക്കിംഗ് ചാർജസ് നമുക്ക് ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഈടാക്കും. അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ഗോൾഡിൻ്റെ കേസിൽ. ആ സമയത്ത് ഇപ്പോൾ സ്മഗ്ലിങ്ങിന് ആയിക്കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ സ്മഗ്ലിങ് ആൾക്കാർ ഇൻവോൾവ് ആണല്ലോ, അതിൽ പല ആൾക്കാർ ഇൻവോൾവ് ആണ്, അവർക്കൊക്കെ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇതിനൊരു ഏകദേശം ഒരു 25% അടുത്ത് ആർബിട്രാജ് വരും, അവിടുത്തെ ഗോൾഡിൻ്റെ പ്രൈസും ഇവിടുത്തെ ഗോൾഡിൻ്റെ പ്രൈസും കൂടിയിട്ട്. ഇപ്പോൾ പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു, വെറും 2.5% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഗോൾഡിൻ്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്ലസ് GST വരും ഒരു 3%, ഏകദേശം ഒരു 5.5% അടുത്ത് മാത്രമേ ഇപ്പോൾ നമുക്ക് ടാക്സും കാര്യങ്ങളായിട്ട് വരുന്നു. പ്ലസ് മേക്കിംഗ് ചാർജസ്. ഒബ്വിയസ്ലി നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജ്വല്ലറീസ് ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 20% വരെ മറ്റേ ഈടാക്കും ജ്വല്ലേഴ്സ്. അതേപോലെ തന്നെ മെഷീൻ കട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ദുബായിലായി കഴിഞ്ഞാൽ ഇവിടെ ആയി കഴിഞ്ഞാൽ ഏകദേശം 7% അടുത്താണ് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബായി പോയിട്ട് ഗോൾഡ് വാങ്ങിയിട്ട് പണ്ടൊക്കെ പറയാറുണ്ട് ഫ്ലൈറ്റ് ചാർജ് അടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് അവിടെ പോയി വാങ്ങണതായിരിക്കും ലാഭമെന്ന്. ഇപ്പോൾ ആ കണ്ടീഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഗോൾഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഗോൾഡ് ആയി കഴിഞ്ഞാലും ഏകദേശം ഒരേ റേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആൾക്കാരുടെ ഒരു ഇടയിലുള്ള ഒരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് ഗോൾഡ്. ദുബായിലുള്ള ഗോൾഡിന് പ്യൂരിറ്റി കൂടുതലാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഗോൾഡിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമ്പ്യൂരിറ്റീസ് എന്തായാലും ഉണ്ടാവും. സിങ്ക് ആണ് അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യെല്ലോയിഷ് ആയിരിക്കും. കോപ്പറാണ് അത് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് റെഡിഷ് കളറായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ നോക്കി കഴിഞ്ഞാൽ അതിൽ രാജസ്ഥാനി ജ്വല്ലറിയിലൊക്കെ ഏകദേശം ഗോൾഡിൻ്റെ കളർ ഒരു റെഡിഷ് കളറായിരിക്കും. അവരതിൽ ആഡ് ചെയ്യണത് കോപ്പറാണ്. അതാണ് ഈ റെഡ് ഗോൾഡ്. ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ദുബായിലും അങ്ങനത്തെ GCC വൈറ്റ് ഗോൾഡ് വേറെ ഇമ്പ്യൂരിറ്റീസ് ആണ് അതിൽ ആഡ് ആവുക. നമ്മുടെ ഈ കേരളത്തിലും ഇതിലും പറയുന്ന ദുബായിലും അല്ലെങ്കിൽ UAE കൺട്രീസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സിങ്കാണ് ഉപയോഗിക്കുക. ഇപ്പോൾ കൂടുതലും കേരളത്തിലത്തെ പണിക്കാരനെ സൗത്തിലത്തെ പണിക്കാരനെയും UAEയിലും ഇവിടെയൊക്കെ പോയിട്ട് മറ്റേ UAEയിൽ ഇവിടെയൊക്കെ പോയിട്ട് പണിയെടുക്കുക. അപ്പോൾ ആ യെല്ലോയിഷ് ആയിട്ടുള്ള കളർ ഈ സിങ്ക് ആഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ക്വാളിറ്റി ഇവിടെയും അവിടെയൊക്കെ ഒരേ ക്വാളിറ്റിയാണ്. അതാണ് ഒരു മിത്ത് ആയിട്ടുള്ളത്.